ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ. ചെറുപുഴ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി നൈലോൺ നെറ്റ് കെട്ടുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നൈലോൺ നെറ്റ് കെട്ടുന്നത്. സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജോയി സ്വാഗതം ആശംസിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TV കുഞ്ഞിക്കണ്ണൻ, മുൻ പഞ്ചായത്ത് അംഗം EV നാരായണൻ എന്നിവർ സംസാരിച്ചു. ഇവിടെ നോക്കിയപ്പോൾ ഇതിന് ആവശ്യമായ സൗകര്യം സ്ഥലം ഇവിടെ ഇല്ല. സൈഡ് എടുത്താൽ തോട് ഇടുങ്ങിപ്പോവും. അപ്പോൾ അന്ന് എഞ്ചിനീയറൊക്കെ പറഞ്ഞ് നമുക്കിവിടെ വലിയൊരു ഫണ്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ആലോചിച്ച സ്റ്റേഡിയം ചുണ്ടയിൽ 3 കോടിയുടെ 300 ലക്ഷത്തിൻ്റെ ഒരു സ്റ്റേഡിയത്തിൻ്റെ മനോഹരമായ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചെറുപുഴയാണ്. ഇത് ചെറുപുഴ പട്ടണമാണ്. ഇത് ചെറുപുഴയുടെ ഏറ്റവും ഹൃദയഭാഗമാണ്. ഇവിടെ എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ കായിക പ്രേമികൾ, ചെറുപ്പക്കാർ നിറഞ്ഞ് നിന്ന് ഇവിടെ വരുന്ന സ്ഥലമാണ്. അതിനുവേണ്ടി പഞ്ചായത്തിന് പറ്റുന്ന ഇടപെടലൊക്കെ നടന്നു. ഇപ്പോൾ ഈ പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോകുന്നത് 20 ലക്ഷം രൂപയുടെ സൈഡിൽ നൈലോൺ നെറ്റ് കെട്ടി 20 ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് ഇവിടെ തുടങ്ങുന്നത്. ഇതിനു മുമ്പ് 13 ലക്ഷം രൂപയുടെ പ്രവൃത്തി അവിടെ സൈഡ് കെട്ടി ആ റോഡ് കോൺക്രീറ്റ് ചെയ്തു. തൊഴിലുറപ്പിൽ 5 ലക്ഷം രൂപ. ജീവിതം ആകണമെങ്കിൽ അതൊരു ആസ്വാദനമായി തീരണമെങ്കിൽ ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും ആവശ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയിലും അതോടൊപ്പം തന്നെ കായിക മേഖലയിലും നടത്തി വരികയാണ്. ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട് പുരോഗതി പ്രാപിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനടിസ്ഥാനമാക്കിക്കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തി വരുന്നുണ്ട്. കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നീന്തൽ പരിശീലനം, കരാട്ട പരിശീലനം, യുവാക്കളുടെ കരാട്ട പരിശീലനം, സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള വിവിധ പദ്ധതികൾ ഒക്കെ യോഗ അടക്കമുള്ള കാര്യങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ സ്റ്റേഡിയം നവീകരിക്കും എന്ന് ഞങ്ങൾ മുമ്പ് പറഞ്ഞതാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ സ്പോർട്സ് കൗൺസിൽ ഓഫ് കേരള നമുക്ക് 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് 20 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അനുബന്ധ റോഡുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ സമീപത്തുള്ള ആ റോഡ് സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടി ഒക്കെ കൈകളുണ്ട്. അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ജനങ്ങളിൽ ഉണ്ടാവണം. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ സ്പോർട്സ് രംഗത്ത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പഞ്ചായത്താണ്. കായിക രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് മുമ്പുണ്ടായിരുന്ന ഒരു പേര്, ഇന്ത്യയുടെ വോളിബോൾ ക്യാപ്റ്റനായിരുന്ന, ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന ജോബി ജോസഫ് നമ്മുടെ പഞ്ചായത്തിലാണ്. ഇപ്പോൾ ഇന്ത്യൻ ഇൻ്റർനാഷണലായ ട്രീസ ജോളി നമ്മുടെ പഞ്ചായത്തിലാണ്. ഇനി കുട്ടികളിലേക്ക് കടന്നാൽ അന്ന മുതൽ ഇപ്പോൾ സ്കൂൾ ഒളിമ്പിക്സിൽ സമ്മാനിതരായ 5-6 കുട്ടികൾ, വടംവലി ടീമിൽ അംഗങ്ങളായ കുട്ടികൾ, കബഡിയിൽ സംസ്ഥാന ടീമിലേക്ക് സെലക്ട് ചെയ്ത കുട്ടികൾ, KC ലേഖയുടെ പിന്മുറക്കാരി ആയേക്കാൻ സാധ്യതയുള്ള രാജഗിരിയിൽ നിന്നുള്ള 2 പ്രാവശ്യം സ്വർണം നേടിയ കുട്ടി. അങ്ങനെ കായിക രംഗത്ത് അന്ന ഫ്രാൻസിസ് ബോക്സിംഗ് അല്ലല്ലോ, കുസ്തിയല്ലേ, റെസ്ലിങ്ങിലെ അന്ന ഫ്രാൻസിസ് അടക്കമുള്ള ആളുകളൊക്കെ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി കാണുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കായിക താരങ്ങളെ ഇവിടുത്തെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഈ പഞ്ചായത്തിൽ കായിക രംഗത്ത് എത്രമാത്രം മുതൽ മുടക്കിയാലും അത് യാതൊരു തരത്തിലും എത്രമാത്രം മുതൽ മുടക്കിയാലും അത് നഷ്ടമാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. മാത്രമല്ല, നമ്മുടെ ഭാവി തലമുറയോട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് എന്ന തികഞ്ഞ ബോധ്യത്തിൽ ചെറുപുഴ പഞ്ചായത്തിലെ കായിക രംഗത്ത് വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത്. സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രൗണ്ടിൻ്റെ കാര്യം, ഈ ഗ്രൗണ്ട് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് 5 വർഷം മുമ്പ് പ്രകടന പത്രികയിൽ തന്നെ ഉൾപ്പെടുത്തിയതാണ്. ആരംഭഘട്ടത്തിൽ ഇവിടെയുള്ള കുഞ്ഞാരാട്ടനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ട് ഈ പഞ്ചായത്തിൻ്റെ ചുമതല ഇവിടെ വന്ന് കാണുകയും ഇതിൻ്റെ ഗ്രൗണ്ടിൻ്റെ പുഴയിലേക്കുള്ള ഭാഗം കുറച്ചുകൂടെ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തതാണ്. പക്ഷേ വലിയൊരു സംഖ്യ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് തൽക്കാലം നിർത്തിവെക്കുകയും നിലവിലുള്ള ഗ്രൗണ്ട് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു.
5 വർഷം മുമ്പ് ഈ ഗ്രൗണ്ടിൽ ചെറുപുഴ ടൗണിൻ്റെ ഇങ്ങേ ഭാഗത്തുള്ള വെള്ളം മുഴുവൻ ഗ്രൗണ്ടിലാണ് വന്നുകൊണ്ടിരുന്നത്. അതെല്ലാം മാറ്റി ഒരു 3-3.5 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്തു. അതിനുശേഷം അപ്പോൾ മുതൽ ഈ ഗ്രൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് നേടണമെന്നുള്ള ശ്രമം നടത്തിയെങ്കിലും ഗ്രൗണ്ടിൻ്റെ സ്ഥലവിസ്തൃതി കുറവ്, ആവശ്യമായ ഫണ്ട് പഞ്ചായത്തിൻ്റെ 20 ലക്ഷവും അതുപോലെ MLAയുടെ വകയായി 50 ലക്ഷം ഉറുപ്പികയും അനുവദിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 20 ലക്ഷം ഉറുപ്പികയുടെ ഇതിൻ്റെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാനാണ് ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ സുദിനത്തിൽ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കും അതുപോലെ ഈ പഞ്ചായത്തിലെ മറ്റ് MLAയ്ക്കും മുഴുവൻ ആൾക്കാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രവൃത്തി ഉടനടി തീർത്തു തരണം എന്ന് പറഞ്ഞ കോൺട്രാക്ടറെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ചെറുപുഴ സ്കൂളിൻ്റെ ഭാഗമായിട്ട് പഴയ കാലത്തൊരു ഇതുണ്ടായിരുന്നു, പന്ത് കളിക്കണം മാത്രം. ഇന്നത് മാറി, കളിയുടെ രൂപം മാറി. അന്ന് നല്ല കളി കുഞ്ഞാരാന്നൊക്കെ അറിയാം, നല്ല കളി കളിച്ച ഒരു കളിയുണ്ടായിരുന്നു, റിങ് ടെന്നീസ്. പ്രായമില്ലാത്ത ചെറിയ ആൾക്കാർക്കും പ്രായമുള്ളവർക്കും ഒരുപോലെ കളിക്കാൻ പറ്റുന്ന റിങ് ടെന്നീസ് വളയമാണ്. അതിനെക്കൊണ്ട് കളിക്കും. അതിൻ്റെ സ്റ്റേജ് ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാം. മനമയക്കും സൗന്ദര്യത്തിനായി ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാൽ സൗന്ദര്യ സങ്കല്പങ്ങളുടെ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലച്ചൂസ് ലഷ് ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ. ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപം ബാലവാടി റോഡിന് എതിർവശത്തായി പ്ലാസ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശാലമായ സൗകര്യങ്ങളോടെ അത്യാധുനിക സജ്ജീകരണത്തോടുകൂടിയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലച്ചൂസ് ലഷ് ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ. കാലം കരുതി വെച്ച സൗന്ദര്യ സങ്കല്പങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന തനത് രീതിയിൽ കാലഘട്ടത്തിന്റെ കാൽച്ചിലമ്പിൽ വർണ്ണമനോഹാരിത ചാർത്താൻ ലച്ചൂസ് ലഷ് ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ. ഞങ്ങളുടെ സേവനങ്ങൾ ഹെയർ കട്ട്, കെരാറ്റിൻ, ബോട്ടോക്സ്, നാനോപ്ലാസ്റ്റിയ, സ്മൂത്തനിങ്, കേര സ്മൂത്ത്, പെഡിക്യൂർ, മാനിക്യൂർ, കളർ ഹൈലൈറ്റ്സ്, ബാലയക് കളർ, ഗ്ലോബൽ കളർ, ഹെയർ സ്പാ, ഫേഷ്യൽ, ഹൈഡ്രാ ഫേഷ്യൽ, കൂടാതെ ഗ്രൂ ബ്രൈഡൽ മേക്ക് ഓവർ സൗകര്യവും. ഫോൺ 8921826975. ലച്ചൂസ് ലഷ് ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ.